Hi dears, welcome back to our family. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ദുബായിലെത്തി. ദുബായിലല്ല കേട്ടോ, നമ്മൾ അജ്മാനിലുള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് വ്ളോഗ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ. നമ്മുടെ ഫ്ലാറ്റൊക്കെ കാണിച്ചു തരട്ടെ. ഇതിപ്പോൾ ബാൽക്കണി ഏരിയയാണ്. ഇവിടെയാണ് ഡ്രസ്സൊക്കെ ഇടുന്നതും അല്ലറ ചില സാധനങ്ങളൊക്കെ വെക്കുന്നതും. വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഫസ്റ്റ് ഡേയുടെ ഒരു പിസ്ത ചോക്ലേറ്റ്. ഇത് ഞാൻ ഇന്നലെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. സോ ഇതിൻ്റെ അകത്താണ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ആവുന്നത്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് എനിക്ക് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയതാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ ഹൽവ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അമ്മ എടുക്കുന്നുണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. രാവിലെ അങ്ങനെ മധുരം പതിവില്ലാത്തതാണ്. എന്തായാലും അത് കഴിച്ച് ഭയങ്കര സോഫ്റ്റായിരുന്നു. നമ്മുടെ സുപ്രീമിലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഒരു മുട്ട പുഴുങ്ങി തന്നു. എനിക്ക് ഈ പുഴുങ്ങിയ മുട്ടയൊക്കെ ഇഷ്ടം. ചെറിയതായിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കുന്നതാണ്. ഒരുപാട് പുഴുങ്ങുന്ന ഇഷ്ടമല്ല. ദേവിയോട് ഒളിച്ചിരിക്കുന്നു വീഡിയോ എടുക്കല്ലേടി എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. അതാണ് ഞാൻ കട്ടാക്കിയത്. പിന്നെ ഞാൻ കുറച്ച് ലിച്ചി കഴിച്ചു. എനിക്ക് ഏറ്റവും ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ലിച്ചി. ഹായ്, അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും അല്ല, അത് വീശപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് രാവിലെ തന്നെ ഞാൻ കുറേ ഐറ്റംസ് കഴിച്ചു. വന്നതല്ലേ ഉള്ളൂ. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ വന്ന ദിവസത്തിൻ്റെ ആദ്യം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. കുറേ കാര്യങ്ങളെല്ലാം ബക്കറ്റ് ലിസ്റ്റിലാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെല്ലാം കഴിക്കണം. ഫസ്റ്റ് ഇടിയപ്പം കഴിച്ചിട്ട് ഞാൻ ഷോപ്പിലോട്ട് പോട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കഴിക്കാം. കട്ട് ചെയ്യാം. അങ്ങനെ ഞാനും കാശിക്കുട്ടിയും കൂടെ ഷോപ്പിൽ വന്ന് ഗോകു രാവിലെ വന്നായിരുന്നു. ഇത് കാശിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന് റോസ്റ്റഡ് ഇതെന്താണ് കാഷ്യൂ നട്ട്സ്, അണ്ടിപ്പരിപ്പ്. കാശിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന് ഞാനും കഴിക്കാത്തേ ഉള്ളൂ. രാവിലോട്ട് തീറ്റയാണ്. മിക്കവാറും ചക്കപ്പോതായിട്ടായിരിക്കും നാട്ടിൽ വരുന്നത്. നല്ല വണ്ണം വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധനം കൊള്ളാം. എനിക്കിഷ്ടമാണ് റോസ്റ്റ് ചെയ്ത കാഷ്യൂസ്. പിന്നെന്താ പറയുക, ഗോകുടെ ഫ്രണ്ടൊക്കെ വന്നു. ഞാൻ ബാക്കി വിശേഷങ്ങളോട്ട് വരാം. എനിക്കൊരു സ്റ്റാൻഡ് ആദ്യമേ സെറ്റാക്കണം, ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവക്കാടോ നമ്മുടെ വീടിൻ്റെ ഷോപ്പിന് അപ്പുറത്ത് കുറേ ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് ഓർഡർ കൊടുത്തത്. എനിക്കിഷ്ടമാണ് അവക്കാടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുടിക്കുന്നത്. നാട്ടിൽ കൊള്ളൂല കേട്ടാ. പക്ഷെ ഇവിടുത്തെ അവക്കാടോ നല്ല, പക്ഷെ ഇത് കൊള്ളത്തില്ല. 7 ദിർഹംസ്. വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. കാശിന് ഗോകുവിന് ഒരു ഫ്രണ്ട് എടുത്തിട്ട് പോയി. എന്തോ മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ. വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം, വരട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. റൂമൊക്കെ ആകെ മെസ്സി ആയിട്ട് കിടക്കുകയാണ്. വന്നിട്ട് സാധനമൊക്കെ ഒതുക്കുന്നതേ ഉള്ളൂ. ഗോകുല് കടയിലോട്ട് പോകാനുള്ള വെപ്രാളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴേ പോകണില്ല, അതുകൊണ്ട് ഞാൻ പതുക്കെ കഴിക്കും. നമുക്ക് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെന്തായിരുന്നു, എന്തൊരു തോരനായിരുന്നു? അല്ലടാ, മുരിങ്ങയിലത്തോരനുണ്ട്. ഫിഷ് കറി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ഫിഷ് കറി ഇന്നൊന്നുകൂടെ തിളപ്പിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതേണ്ട ചിക്കൻ കറി ഉണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. എനിക്ക് തോന്നി ഈ ഗോകുലിന് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ ലെഗ് മാത്രമായിട്ട് നോക്കി മേടിക്കുന്നതാണ്. ഇല്ലേടാ, അങ്ങനെ പോയി മേടിക്കുക എന്നാണ് ഈ പറയുന്നത് കേട്ട്. അപ്പം എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതാണ് എൻ്റെ ലഞ്ച്. എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റാൻഡ് ഒപ്പിക്കണം. ചോറ് കഴിച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന സലാഡ് പച്ചമോരെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിനകത്ത് മോര് മാത്രം എടുത്ത്, ഉള്ളിയും മുളകും എടുക്കാണ്ടിട്ട് മോര് മാത്രം എടുത്തിട്ട് കുടിച്ചു. കാര്യം എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ ഉപ്പും പുളിയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ നാരങ്ങ വെള്ളം എടുക്കുകയാണെങ്കിൽ കൂടിയിട്ടും ഇതുപോലെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് മധുരം അത്ര താല്പര്യമില്ല. എനിക്ക് ഉപ്പിട്ടത് ഇഷ്ടമാണ്. എനിക്ക് ചായ കോഫി ഉള്ളതാണോ? ഷവർമ ഇത് കഴിക്കാനാണ് ഞാൻ വന്നത്. അവിടുത്തെ
അവിടുത്തെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇന്ന് രാവിലെ ഒരു അവക്കാഡോ ജ്യൂസ് മേടിച്ചു, കൊള്ളില്ലായിരുന്നു. ഇന്ന് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. തണുത്ത് പോയിട്ടാണോ ഇവര്? ഞാൻ വരുന്നതിന് മുമ്പ് മേടിച്ചു വെച്ചോ. ഇവൻ കഴിച്ചില്ലേ? വെറുതെ അല്ലേ ഇവൻ തടിച്ചത്. നാട്ടിലെ ഷവർമ്മയാണ് ടേസ്റ്റ് ഇതിനെ അപേക്ഷിച്ചു. വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചു. ഷവർമ്മ ഇല്ലടാ, ഇതിപ്പോ ഒന്ന് ചപ്പാത്തി പോലത്തെ സാധനം, പുളി ഫുള്ള് മറ്റേ നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങൾ അതിനകത്ത്. ഇത് രാവിലെ ഞങ്ങൾ ഷോപ്പിൽ വന്നപ്പോൾ ഗോകുവിൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാശി ബേബിക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ്സ്. എനിക്ക് ചോക്ലേറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഈ കിറ്റ്കാറ്റ് ഭയങ്കര ഇഷ്ടം. നാട്ടിലെ ഇഷ്ടമല്ല, ഇമ്പോർട്ടഡ് ഇഷ്ടമാണ്. നാട്ടിൽ നിന്ന് വാങ്ങിയാൽ ഇമ്പോർട്ടഡ് ഇഷ്ടമാണ്. പക്ഷേ അതിന് എനിക്കൊന്നും റേറ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇവിടെ 3 രൂപ ഇട്ടിട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കഴിക്കാൻ എടുത്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ആൾ വന്നിട്ടുണ്ട് താന്നും പറഞ്ഞുകൊണ്ടിട്ട് അത് ഫുള്ള് അവൻ എടുത്തിട്ട് പോയി. പിന്നെ ഇത് സിസ്റ്ററിന് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു ഈവനിങ് ആയപ്പോൾ. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ബർഗർ. അതിൻ്റെ അത് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, അത് ഞാൻ കാശിക്ക് കൊടുത്തു. ബർഗർ കൊടുത്തില്ല, ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കൊടുത്തു. ആക്ച്വലി ഇതിൻ്റെ പകുതി അവൾ കഴിച്ചു, എന്നിട്ട് ബാക്കി വേണ്ടെന്ന് പറഞ്ഞ് വെച്ച സാധനം കൊള്ളില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ ഫുഡ് ഫുള്ള് ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആകെ കൊള്ളായിരുന്നത് വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അല്ലാണ്ടിട്ട് പുറത്തുനിന്ന് കഴിച്ചൊക്കെ കണക്കായിരുന്നു. ഞാൻ ബർഗർ കഴിച്ചു, ഷവർമ്മ കഴിച്ചു, എല്ലാം പോക്കായിരുന്നു. കുഴപ്പമില്ല. ഒരു ബർഗർ കൊണ്ടുവന്ന് ഈ കുരിപ്പ് പെണ്ണ് മേടിച്ചാണ്, കൊള്ളത്തില്ല. ഒരു എൻ്റെ പൊന്നോ, അതിനെ കളയണ്ടല്ലോ എന്ന് കഴിച്ചിട്ട് ഞാൻ കഴിച്ചാണ്, കൊള്ളത്തില്ലായിരുന്നു. ഇതൊന്ന് ചായ ഞാൻ ശീലമില്ലാത്തതാണ് കേട്ടോ. കൊണ്ടുവന്നേ അതിൻ്റെ കൂടെ കണ്ട് കോംബോ ആണെന്ന് തോന്നുന്നു. അവിടുന്ന് തന്നെ ഇവർ ഈ ഷവർമ്മ മേടിച്ചു, അത് കഴിച്ചില്ല. തുള്ളി ഞാൻ കഴിച്ചതേ ഉള്ളൂ, ഞാൻ കഴിച്ചില്ല, കൊള്ളത്തില്ല. പക്ഷെ എനിക്ക് ദുബായിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർഗർ പറയും. പക്ഷെ ഇത് കൊള്ളത്തില്ല. ഇഷ്ടംപോലെ അങ്ങ് ഇത് ഇവർ എല്ലാം പുളിപ്പ്. ഷവർമ്മയ്ക്കും പുളിപ്പായിരുന്നു, ഈ ബർഗറിനും പുളിപ്പ്, മൊത്തം പുളിപ്പ്. ഇനിയിപ്പം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും, ഇപ്പം 6:30 കഴിഞ്ഞു, 8 മണിയാകുമ്പോഴത്തേനും റൂമിലോട്ട് പോകണം, ഒന്ന് ഫ്രഷപ്പ് ആവണം, ബ്രദറിൻ്റെ അടുത്ത് പോകണം. കുഞ്ഞമ്മ കുറച്ച് സാധനങ്ങൾ തന്നു ഇട്ടിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് അവന് കൊടുക്കാനായിട്ട് പോകണം. അപ്പം ചെറിയൊരു പേർച്ചേസ്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് പാക്കറ്റിനകത്തുള്ള സ്ട്രോബെറിയുടെ ജ്യൂസ് അല്ല, ഒരു ഡ്രിങ്ക്, അതും ഫ്ലോപ്പായിരുന്നു, കൊള്ളില്ലായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയാൻ വയ്യ, ഇന്നത്തെ ദിവസം ഫുള്ള് ഫ്ലോപ്പായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇതും കാശിക്ക് വേണ്ടിയിട്ട് ചേട്ടന്മാർ മേടിച്ചോണ്ട് വന്നു. ഞാൻ ഈ പാക്കറ്റിനകത്തുള്ള ജ്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ തിരികെ വീട്ടിൽ പോയി. എന്നിട്ട് ആ ബ്രദറിൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ടൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഗോകു വന്നപ്പോഴാണ് ഞാൻ ഡിന്നർ കഴിക്കായിരുന്നത്. ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ വീശപ്പമായിരുന്നു ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് എടുത്തത്. കാശി ബേബി അപ്പോഴത്തേന് നല്ല ഉറക്കമായി, നന്നായി ഞാൻ പുതച്ച് കിടത്തിയേക്കോട്ടെ, ഭയങ്കര തണുപ്പാതുകൊണ്ടിട്ടാണ്. പിന്നെ ഒരു കപ്പിൽ പാലും കൂടെ കുടിച്ചിട്ട് എൻ്റെ ഇന്നത്തെ വാട്ടർ ഈറ്റിനിടയിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.